1997 ഒക്ടോബർ 24 ആ ദിനം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊച്ചി ഗോരഖ്പൂർ ട്രെയിനിൽ കയറി ഞാൻ എന്റെ ലോകയാത്രകൾക്ക് തുടക്കമിടുമ്പോൾ ചരിത്രത്തിലേക്കുള്ള അല്ലെങ്കിൽ ചരിത്രമാകാൻ പോകുന്ന യാത്രകളുടെ തുടക്കമായിരിക്കും അതെന്ന് കരുതിയിരുന്നില്ല. സ്വന്തമായി ഒരു പാസ്പോർട്ട് പോലും ഇല്ലാത്ത കാലത്താണ് ഞാൻ ലോകയാത്രകൾ ആരംഭിച്ചത് എന്നത് രസകരമായ ഒരു ഓർമ്മയാണ്. യാത്ര തുടങ്ങി 3-ാം ദിനം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് രാത്രിയിലായിരുന്നുവെന്ന് ഇപ്പോഴും ഓർക്കുന്നു. അവിടെ നിന്നും സുനോലി വഴി നേപ്പാളിലേക്ക് നടന്നാണ് പ്രവേശിച്ചത്. ആദ്യ വിദേശത്തേക്കുള്ള എന്റെ പ്രവേശനം കാൽനടയായിട്ടായിരുന്നു എന്നത് മറ്റൊരു കൗതുകം. നേപ്പാളിലെ പൊഖ്ര എന്ന സുന്ദരമായ മലമ്പ്രദേശ പട്ടണം, അവിടുത്തെ നിരവധിയായ കാഴ്ചകൾ. പിന്നെ കാഠ്മണ്ഡുവിലേക്കുള്ള ഒരു വിമാനയാത്ര, അതൊന്നും ഇന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. പൊഖ്രയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്ത നെക്കോൺ എയർ വിമാനത്തിലെ പൈലറ്റ് രത്തൻ ലാമ എനിക്ക് നൽകിയ ഒരു പ്രോത്സാഹനം ഇന്നും ഓർക്കുന്നു. കാഴ്ചകൾ ഷൂട്ട് ചെയ്യുകയാണ് എന്റെ ലക്ഷ്യമെന്നറിഞ്ഞപ്പോൾ വിമാനത്തിന്റെ കോക്പിറ്റിൽ തന്നെ അദ്ദേഹം ഇരിപ്പിടം തന്നു. സഞ്ചാരത്തിൽ ലഭിച്ച ആദ്യ പ്രോത്സാഹനം. നേപ്പാളിൽ നിന്നും തിരിച്ചെത്തി അധികം താമസിയാതെ അടുത്ത യാത്ര. 1998 ഫെബ്രുവരിയിൽ മാൽഡീവ്സിലേക്കായിരുന്നു അത്. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യമെന്നതായിരുന്നു മാൽഡീവ്സ് തെരഞ്ഞെടുക്കാനുള്ള കാരണം. സാഗര നീലിമയും മരതക ദ്വീപുകളും വെള്ളിമണൽ പരപ്പുമെല്ലാം ചേർന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഭൂഭാഗമായിരുന്നു മാൽഡീവ്സ്. കേരളത്തിന്റെ തെക്കുഭാഗത്ത് കടലിൽ അങ്ങനെയൊരു സുന്ദര ദേശമുണ്ടെന്നത് അന്ന് അത്ഭുതപ്പെടുത്തുന്ന അറിവായിരുന്നു. മാൽഡീവ്സിനെ ക്യാമറയിൽ പകർത്തി മടങ്ങിയതോടെ വിദേശങ്ങൾ അത്ഭുതങ്ങളുടെ നാടുകളാണെന്ന തിരിച്ചറിവുണ്ടായി. തൊട്ടടുത്ത വർഷമാണ് തായ്ലൻഡിലേക്ക് യാത്ര നടത്തുന്നത്. 1999 ഫെബ്രുവരി മാസത്തിൽ. തായ്ലൻഡിലേക്ക് എത്തുമ്പോൾ ഞെട്ടിക്കുന്ന അറിവുകളും കാഴ്ചകളുമാണ് അവിടെ സ്വീകരിക്കാനുണ്ടായിരുന്നത്. ഒരളവ് വരെ അടച്ചുകെട്ടിയ ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിൽ നിന്നുമെത്തിയ എനിക്ക് തായ്ലൻഡിന്റെ സാമൂഹിക ജീവിതം അത്ഭുതമായി. തായ്ലൻഡിലെ തെരുവുകൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ആധുനികതയിലേക്കുള്ള കുതിപ്പ്, ഹൈവേകൾ, നഗരക്കാഴ്ചകൾ എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളായിരുന്നു. തായ്ലൻഡിൽ നിന്നുമുള്ള മടക്കയാത്രയ്ക്കിടെ സിംഗപ്പൂർ എന്ന ആധുനിക സിറ്റി സ്റ്റേറ്റിൽ ഒന്നിറങ്ങി. മറ്റൊരു അത്ഭുതമായിരുന്നു സിംഗപ്പൂർ. ഒരു കൊച്ചമേരിക്ക ഏഷ്യയിലേക്ക് പറിച്ചു നട്ടിരിക്കുകയാണെന്ന് തോന്നി. ഏറ്റവും വികസിതമായ ഒരു രാജ്യത്തുള്ള സൗകര്യങ്ങൾ, വൃത്തി, ഭംഗി, ഗാംഭീര്യം, ഉല്ലാസ കേന്ദ്രങ്ങൾ, സെന്റോസ പോലുള്ള അതിമനോഹര ദ്വീപുകൾ, ആസൂത്രണ തികവ്, ടെക്നോളജി, ചരിത്രത്തെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നതിലെ കൃത്യത, വിദേശയാത്രകളിൽ തുടക്കക്കാരനായ ഒരു ഇന്ത്യക്കാരനെ കോരിത്തരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത കാഴ്ചകൾ. ഇങ്ങനെ ഏതാനും രാജ്യങ്ങളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അധികം കഴിയും മുൻപേ എഡിറ്റ് ചെയ്ത സഞ്ചാരം എപ്പിസോഡുകൾ സംപ്രേക്ഷണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അന്ന് 1-2 ചാനലുകളെ കേരളത്തിലുള്ളൂ. ആ ചാനലുകൾക്കാവട്ടെ ഒരു യാത്രാവിവരണ പരിപാടി മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാനം നേടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രാവിവരണത്തെ വെറും ഒരു ഡോക്യുമെന്ററിയായാണ് അവർ കണ്ടത്. അതിനാൽ സഞ്ചാരം വിജയിക്കുന്ന ഒരു ഫോർമുലയല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. തന്നെയുമല്ല, 4 രാജ്യങ്ങളിലെ ദൃശ്യങ്ങളെ എന്റെ കൈവശമുള്ളൂ. അതുകൊണ്ട് നിരന്തരമായി സംപ്രേക്ഷണം ചെയ്യാവുന്ന പരിപാടിയായി സഞ്ചാരം പരിഗണിക്കപ്പെടില്ലെന്നും മനസ്സിലായി. അതോടെ കൂടുതൽ രാജ്യങ്ങളുടെ ദൃശ്യങ്ങൾ തേടിയുള്ള യാത്രകൾ തുടങ്ങാൻ തീരുമാനമെടുത്തു. അടുത്തതായി യൂറോപ്പിലേക്ക് ഒരു യാത്ര നടത്താമെന്നും നിശ്ചയിച്ചു. പക്ഷേ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം വിസ ലഭിക്കുക എന്നതാണ്. ലണ്ടനിൽ ചെന്നിറങ്ങി UK യൂറോപ്യൻ യാത്രകൾ ആരംഭിക്കാമെന്നായിരുന്നു തീരുമാനം.
ഏറെ പാടുപെട്ടു വിസ ലഭിക്കാൻ. ഒടുവിൽ 1999 നവംബറിന്റെ ഒരു സായാഹ്നത്തിൽ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി. ആദ്യമായി ഒരു പാശ്ചാത്യ രാജ്യത്ത്. അവിടെ മഞ്ഞുകാലം എന്ന അത്ഭുതമാണ് സ്വീകരിച്ചത്. ഹീത്രൂ എയർപോർട്ടിൽ വർണ്ണവിവേചനത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളും ആദ്യമേ നേരിടേണ്ടി വന്നു. പക്ഷേ ആ കയ്പ് മായ്ച്ചു കളയുന്നതായിരുന്നു ലണ്ടൻ നഗരത്തിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ. വെസ്റ്റ്മിൻസ്റ്ററും ബിഗ് ബെന്നും ലണ്ടൻ ബ്രിഡ്ജും തേംസ് നദിയും ഷേക്സ്പിയറിന്റെ ഗ്ലോബ് തിയേറ്ററും ലണ്ടൻ ടവറും തുടങ്ങി അവിടെ കണ്ടതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. ഇംഗ്ലണ്ടിലെ ഡോവറിൽ നിന്നും ഒരു കപ്പലിൽ കയറി ഫ്രാൻസിലെ കലായി തുറമുഖത്തേക്കാണ് പിന്നീട് പോയത്, യൂറോപ്പിന്റെ മെയിൻ ലാൻഡിലേക്ക്. കലായി തുറമുഖത്തിറങ്ങി യൂറോപ്പിലൂടെ ദീർഘമായ ഒരു ബസ് യാത്രയ്ക്ക് തുടക്കമിട്ടു. ആദ്യം ബെൽജിയത്തിലേക്ക്. ബെൽജിയത്തിലെ ബ്രസൽസ് പട്ടണത്തിൽ എത്തിച്ചേർന്നത് ഒരു രാത്രിയിലാണെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. മഞ്ഞു പൊഴിയുന്ന ഒരു രാത്രി. ബ്രസൽസിലെ ടൗൺ സ്ക്വയറിനെ അതിരിട്ടു നിൽക്കുന്ന ആഠ്യത്വമാർന്ന കെട്ടിടങ്ങൾ കണ്ട് അന്തം വിട്ടു നിന്നുപോയി. യൂറോപ്പിന്റെ ആഠ്യത്വവും ആഡംബരത്വവും ആസ്വദിച്ചുകൊണ്ട് ഒരു രാത്രി. പിറ്റേന്ന് പുലർച്ചെ തൊട്ടടുത്ത ചെറുരാജ്യമായ ലക്സംബർഗിലേക്ക്. ലക്സംബർഗിലെ ഹ്രസ്വ സന്ദർശനത്തിനു ശേഷം ഫ്രാൻസിലൂടെയുള്ള ദീർഘയാത്ര. മനോഹരമായ ഫ്രഞ്ച് ഗ്രാമങ്ങൾ കടന്ന് സ്വിറ്റ്സർലൻഡിലെ ലുസേൺ പട്ടണത്തിലേക്കാണ് പിന്നെ എത്തിയത്. ലുസേൺ തടാകത്തിന്റെ തീരത്തെ മനോഹരമായ സ്വിസ് ഗ്രാമങ്ങൾ. പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കൾ. മഞ്ഞിൻ തലപ്പാവണിഞ്ഞ ഗിരിനിരകൾ. ആൽപ്സ് പർവ്വതത്തിന്റെ ധവളിമയാർന്ന കൊടുമുടികൾ. അതിലേക്കുള്ള കേബിൾ കാറുകൾ. ടിറ്റ്ലിസ് കൊടുമുടി. ഇന്റർലേക്കൺ പോലുള്ള നിരവധിയായ ഗ്രാമങ്ങൾ. എല്ലാം അത്ഭുതങ്ങളായിരുന്നു. ഒരു രാജ്യത്തെ ഒന്നാകെ തന്നെ ഈ വിധം സുന്ദരമാക്കി നിലനിർത്താമെന്ന വിസ്മയകരമായ അറിവാണ് സ്വിറ്റ്സർലൻഡ് എനിക്ക് തന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും ഗോദാർഡ് പാസും പിന്നിട്ട് ഇറ്റലിയിലേക്ക്. ആൽപ്സിന്റെ മറ്റൊരു ചെരുവിലെ ഉത്തര ഇറ്റലി. വൈവിധ്യങ്ങളുടെ ഇറ്റാലിയൻ ഭൂമികയിലൂടെ ദീർഘയാത്ര. ടസ്കനി എന്ന പ്രത്യേക സാംസ്കാരിക പ്രദേശം. ടസ്കനിയുടെ സ്വന്തമായ വാസ്തുശില്പ ഭംഗി കണ്ടുകൊണ്ട് കാർഷിക മേഖലകൾ കടന്ന് വെനീസിലേക്ക്. ജലനഗരമായ വെനീസ്. ഒരു കാലത്ത് സ്വതന്ത്ര രാഷ്ട്രമായിരുന്ന വെനീസ് വായിച്ചറിഞ്ഞതിലും എത്രയോ മനോഹരമാണെന്ന് തിരിച്ചറിഞ്ഞത് അവിടെ എത്തിച്ചേർന്ന ആദ്യ നാളിലാണ്. എവിടെയും സുന്ദരമായ കനാലുകൾ, തുരുത്തുകൾ. ഓരോ കെട്ടിടവും ഓരോ ദ്വീപെന്ന പോലെ നിലകൊള്ളുന്നു. ഒരു കെട്ടിടമാകുന്ന ദ്വീപിൽ നിന്നും മറ്റൊരു കെട്ടിടമാകുന്ന ദ്വീപിലേക്ക് തോണിയേറിപ്പോകാവുന്ന ജലനഗരം. വെനീസ് വ്യത്യസ്തമായൊരു അനുഭവമായി. അവിടെ നിന്നും ഫ്ലോറൻസിലേക്ക്. യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിലായിരുന്ന ഫ്ലോറൻസ് നഗരം. അവിടുത്തെ കൊട്ടാരക്കെട്ടുകൾ, നഗരചത്വരങ്ങൾ, ചരിത്രസ്ഥലികൾ. തുടർന്ന് ചെരിഞ്ഞ ഗോപുരത്തിന്റെ നഗരമായ പിസയിലേക്ക്. അത്ഭുതമുളവാക്കുന്ന പിസ ഗോപുരം. 1999 ഞാൻ സന്ദർശിക്കുന്ന ആ നാളുകളിൽ പിസ ഗോപുരത്തിന്റെ ചെരിവ് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഉരുക്കുവടങ്ങൾ കെട്ടി ആ ചരിത്ര ഗോപുരത്തെ നിവർത്താനുള്ള ജോലികൾ നടക്കുന്നത് ക്യാമറയിൽ പകർത്തിയെടുത്തു. പിസയിൽ നിന്ന് ദീർഘമായൊരു യാത്രയ്ക്കൊടുവിൽ രാത്രിയിലാണ് റോമിൽ എത്തുന്നത്. റോം കണ്ടപ്പോഴുണ്ടായ ഞെട്ടൽ ഇന്നും മാറിയിട്ടില്ല. റോമിൽ എത്തുമ്പോൾ തന്നെ നഗരത്തിന് മേലെ നിവർത്തിവെച്ച കുട പോലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ താഴികക്കുടം കാഴ്ചയിലേക്കെത്തി.
വത്തിക്കാൻ സ്ക്വയറിലെ കാഴ്ചകളും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദർശനവും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും റോമിലെ കൊളോസിയവും നിരവധിയായ ചരിത്ര നിർമ്മിതികളുമെല്ലാം റോമൻ ഓർമ്മകളിലുണ്ട്. ചരിത്രത്തിന്റെ കുളമ്പടിപ്പാടുകളുള്ള റോമാ തെരുവുകൾ പിന്നിട്ടു. ജൂലിയസ് സീസർ, അഗസ്റ്റസ്, നീറോ ചക്രവർത്തി, വെസ്പേഷ്യൻ, കോൺസ്റ്റന്റൈൻ, ട്രാജൻ, മാർക്കസ് തുടങ്ങി നിരവധിയായ ചരിത്രപുരുഷന്മാരെ കണ്ട റോമിൽ നിന്നും വീണ്ടും വടക്കോട്ട് യാത്ര തുടർന്നു. മെഡിറ്ററേനിയൻ തീരത്തെ സുന്ദരമായ ഇറ്റാലിയൻ റിവേറയിലൂടെ ക്ലിഫുകളുടെ ഓരം ചേർന്ന് സഞ്ചരിച്ച് ഫ്രഞ്ച് റിവേറയിലേക്ക്, വീണ്ടും ഫ്രാൻസിലേക്ക്. ഫ്രാൻസിലെ നീസ് പട്ടണത്തിലെ വാസം ഞാൻ ഇന്നും ഓർക്കുന്നു. അതിസുന്ദരമായ ഒരു കടൽത്തീര പട്ടണം. അതിന്റെ അടുത്തു തന്നെയാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന കാൻ എന്ന പട്ടണവും. കാനും നീസുമെല്ലാം സഞ്ചാരത്തിനു വേണ്ടി വിശദമായി പകർത്തിയെടുത്ത ദിനങ്ങളായിരുന്നു അത്. തുടർന്ന് ദീർഘമായൊരു യാത്രയ്ക്കൊടുവിൽ പാരീസിലെത്തുന്നു. പ്രകാശത്തിന്റെ നഗരമായ പാരീസ്. ഒരു സന്ധ്യാനേരത്താണ് അവിടെ എത്തുന്നത്. ഈഫൽ ടവർ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. പാരീസിന്റെ ദിനരാത്രങ്ങളിലൂടെ പലതവണ കടന്നുപോയി. ഷാം ഡെ എലീസ് പോലുള്ള ലോകപ്രശസ്ത തെരുവുകൾ, നോദർദാം പോലുള്ള ചരിത്രമുറങ്ങുന്ന കത്തീഡ്രലുകൾ. പാരീസിൽ നിന്നും വീണ്ടും കലായ് തുറമുഖത്തെത്തി. വീണ്ടും ഇംഗ്ലീഷ് ചാനൽ കടന്ന് ലണ്ടനിൽ. ഇതായിരുന്നു ആദ്യ യൂറോപ്യൻ സഞ്ചാരപഥം. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൾഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഹോങ്കോങ്ങിലേക്കായിരുന്നു 2000 ആണ്ടിലെ ആദ്യ യാത്ര. ഹോങ്കോങ് എന്ന സുന്ദര പ്രദേശം ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് കൈമാറിയെത്തിയിട്ട് 3 വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയ സ്വതന്ത്ര പ്രദേശം. ഹോങ്കോങ് ദ്വീപും കവ്ലൂൺ മെയിൻലാൻഡും തീരക്കാഴ്ചകളും പ്രൊമനീഡുകളുമെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ഏഷ്യൻ ഭൂഭാഗം ഇങ്ങനെയും ആകാമോ എന്ന അത്ഭുതം. വിക്ടോറിയ പീക്കിലേക്കുള്ള ട്രാം യാത്രകൾ ഉൾപ്പെടെ ഹോങ്കോങ് വിസ്മയങ്ങൾ സഞ്ചാരത്തിന്റെ ക്യാമറ കണ്ണിലേക്ക് ഒഴുകി വന്ന നാളുകൾ. ഹോങ്കോങ്ങിൽ നിന്ന് നേരെ ചൈനയുടെ മെയിൻലാൻഡിലേക്കാണ് പോയത്. ബീജിംഗ് ആയിരുന്നു പ്രധാന ലക്ഷ്യസ്ഥാനം. ചൈനീസ് തലസ്ഥാനത്ത് ആദ്യമായി കാലുകുത്തിയ നാളുകൾ. അയൽരാജ്യമായ ഇന്ത്യയെപ്പോലെയൊന്നുമല്ല ചൈനയെന്ന് ഒരു ഞെട്ടലോടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ചൈന ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. ജനസംഖ്യയിൽ മാത്രമാണ് നമ്മൾ ചൈനയോട് മത്സരിക്കുന്നതെന്ന് തോന്നി അന്ന്. സാങ്കേതിക വിദ്യയിലും നഗരാസൂത്രണത്തിലും സൗന്ദര്യവൽക്കരണത്തിലും വികസന കുതിപ്പിലുമെല്ലാം ഇന്ത്യയുമായി താരതമ്യമില്ലാത്ത വിധം വളർന്ന ചൈന. ബീജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിലൂടെ, ഫോർബിഡൻ സിറ്റിയിലൂടെ, വൻമതിലിലൂടെ ഞാൻ നടന്നു. ഷാങ്ഹായ് എന്ന മഹാനഗരം. ചൈനീസ് കുതിപ്പിന്റെ അത്ഭുത വേഗം കണ്ട് തെല്ലൊരു കിതപ്പോടെയാണ് ആ രാജ്യത്തു നിന്നും മടങ്ങിയത്. 2001 വീണ്ടും ഒരിക്കൽ കൂടി യൂറോപ്പിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഇത്തവണ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ് ചെന്നിറങ്ങിയത്. ജർമ്മനിയിലേക്കുള്ള ആദ്യ യാത്ര. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഒരു ബസ്സിൽ കിഴക്കൻ യൂറോപ്പിലെ പഴയ സോവിയറ്റ് നാടുകളിലേക്ക് പോവുകയായിരുന്നു പ്രധാന ലക്ഷ്യം. റോത്തൻബർഗ് എന്ന സുന്ദരമായ കോട്ട നഗരത്തിലാണ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ആദ്യം എത്തിച്ചേർന്നത്. തുടർന്ന്
ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലേക്ക്. അതിസുന്ദരമായ പ്രാഗ് നഗരം, പ്രാഗ് കാസിൽ, ചാൾസ് ബ്രിഡ്ജ്, അത്ഭുതപ്പെടുത്തുന്ന നഗരചത്തുരങ്ങൾ, കിഴക്കൻ യൂറോപ്പിന്റെ വശ്യതയാർന്ന ഭംഗി കണ്ട് തരിച്ചു നിന്ന നാളുകൾ. വലിയ പട്ടണങ്ങളാകട്ടെ ചെറുഗ്രാമങ്ങളാകട്ടെ അവയുടെ പാരമ്പര്യ പ്രൗഢി, തനിമയൊട്ടും ചോർന്നു പോകാതെ ഓരോ പ്രദേശത്തെയും നിലനിർത്തുന്നതിലെ കൃത്യത, സൂക്ഷ്മാംശങ്ങളിൽ പോലും നിലനിൽക്കുന്ന ചാരുത, ഇതെല്ലാം അതിസുന്ദര ദൃശ്യങ്ങളായി എന്റെ ക്യാമറയിലേക്ക് കടന്നുവന്നു. പ്രാഗിൽ നിന്നും ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം പോളണ്ടിലെ റോക്ലോ പട്ടണത്തിലേക്കാണ് എത്തിയത്. സാംസ്കാരിക നഗരമായ റോക്ലോ, അതിന്റെ സുന്ദരമായ തെരുവോരങ്ങൾ, നഗരചത്തുരങ്ങൾ, മാർക്കറ്റ് സ്ക്വയർ, മനോഹരമായ ദേവാലയങ്ങൾ, തുടർന്ന് പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോ. ലോകമഹായുദ്ധത്തിന്റെ തകർച്ചയിൽ നിന്നും പഴയ രൂപത്തിൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെണീറ്റ പ്രൗഢനഗരം. യുദ്ധത്തിൽ തകർന്നുപോയ ഓരോ കെട്ടിടവും പഴയ ഫോട്ടോകൾ ആധാരമാക്കി പഴയപടി പുനഃസൃഷ്ടിച്ച ഇന്നത്തെ വാർസോവിലൂടെ നടക്കുമ്പോൾ ചരിത്രത്തിലെ വികൃതികളും അതിജീവനത്തിന്റെ മനുഷ്യതൃഷ്ണയുമെല്ലാമാണ് ഞാൻ കണ്ടറിഞ്ഞത്. എത്രയോ പ്രശസ്തരുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ വാർസോയുടെ പുരാനഗര വീഥികളിലൂടെ സന്ധ്യകളിലും രാത്രികളിലും നടന്നു. അവിടെ നിന്ന് യാത്ര തുടർന്നത് പഴയ സോവിയറ്റ് നാടായ ബെലാറസിലേക്കാണ്. ദീർഘയാത്രയ്ക്കൊടുവിൽ ബസ് ബെലാറസിന്റെ തലസ്ഥാനമായ മിൻസ്കിലെത്തി. മിൻസ്കിൽ ഒരു രാത്രി താമസം. ഒരു അലമാരയോളം മാത്രം വലിപ്പമുള്ള മുറിക്കുള്ളിൽ രാത്രി ഉറക്കം. സോവിയറ്റ് യൂണിയൻ തകർന്നിട്ട് ഒരു ദശകം പിന്നിട്ടിട്ടില്ലാത്തതിനാൽ ദാരിദ്ര്യത്തിന്റെ തെളിഞ്ഞ ദൃശ്യങ്ങൾ അന്ന് ബെലാറസിൽ കാണാമായിരുന്നു. വറുതിയുടെ ആ ദൃശ്യങ്ങളിൽ നിന്നും ബസ് ഓടിയെത്തിയത് റഷ്യയിലേക്കാണ്. റഷ്യയുടെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ദീർഘമായ ഒരു യാത്രയ്ക്കൊടുവിൽ തലസ്ഥാനമായ മോസ്കോയിൽ. അത്ഭുതങ്ങളുടെ മോസ്കോ. സോവിയറ്റ് യൂണിയന്റെ കാലത്തും ഇന്നും പ്രൗഢിയുടെയും പകിട്ടിന്റെയും പട്ടണമാണ് മോസ്കോ. മോസ്കോയിൽ വെച്ചു കണ്ട റഷ്യൻ സർക്കസ് ഇന്നും മനസ്സിലുണ്ട്. ക്രെംലിൻ കൊട്ടാരക്കെട്ടുകൾ, റെഡ് സ്ക്വയർ, അവിടുത്തെ സെന്റ് ബേസിൽസ് കത്തീഡ്രൽ. പണ്ട് സോവിയറ്റ് യൂണിയൻ മാസികകളിൽ മാത്രം കണ്ടിരുന്ന നിരവധി അത്ഭുത ദൃശ്യങ്ങൾ. അതെല്ലാം എന്റെ ക്യാമറയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ആ ദിവസങ്ങളിൽ. മോസ്കോയിൽ നിന്നും സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിലേക്കായിരുന്നു യാത്ര. റഷ്യയുടെ ഉൾനാടുകൾ കണ്ടുകൊണ്ടുള്ള ദീർഘമായൊരു യാത്ര. മനോഹാരിതയ്ക്കൊപ്പം വറുതികളുടെ കാഴ്ചകളും നൽകിയ ഒരു യാത്രയായിരുന്നു അത്. സുന്ദര നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗ്, അവിടുത്തെ വിന്റർ പാലസ്, ബോൾഷെവിക് വിപ്ലവത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന ചത്തുരങ്ങൾ, ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി ചക്രവർത്തിക്ക് നിവേദനം നൽകാനെത്തിയ ജനക്കൂട്ടം, വെടിയേറ്റു ചിതറി വീണ കൽമുറ്റങ്ങൾ, നേവ നദിക്കരയിലെ പ്രൗഢമന്ദിരങ്ങൾ, പടക്കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന തീരം, അങ്ങനെ നിരവധി കാഴ്ചകൾ. കിഴക്കൻ യൂറോപ്പിൽ കൊടും ശൈത്യം തുടങ്ങുന്ന നാളുകളായിരുന്നു അത്. ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ. ദുഷ്കരമായിരുന്നു യാത്രയെങ്കിലും അത് വ്യത്യസ്തമായൊരു അനുഭവം നൽകി. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും ഫിൻലാൻഡിലേക്കായിരുന്നു യാത്ര. റഷ്യൻ അതിർത്തി കടന്ന് കുറേ ദൂരം യാത്ര ചെയ്ത് ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കി നഗരത്തിലേക്ക്. സമ്പന്നതയുടെയും സൗന്ദര്യത്തിന്റെയും നഗരമായ ഹെൽസിങ്കി. കിഴക്കൻ യൂറോപ്പിന്റെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി സമ്പന്നതയുടെ മടിത്തട്ടിൽ വിജനത മുഖമുദ്രയാക്കിയ ഒരു നഗരം. ഹെൽസിങ്കി കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള പ്രമുഖ മന്ദിരങ്ങൾ, വിജനതയുടെ തെരുവുകൾ. ഹെൽസിങ്കിയിൽ നിന്നും പിന്നീട് കരമാർഗമായിരുന്നില്ല, ഒരു കപ്പലിലായിരുന്നു യാത്ര. ഞങ്ങളുടെ ബസ് കൂടി കയറ്റിയ ആ കപ്പൽ ഹെൽസിങ്കി തുറമുഖത്തു നിന്നും സ്വീഡനിലെ സ്റ്റോക്ക്ഹോം ലക്ഷ്യമാക്കി നീങ്ങി.
സിൽജ ലൈൻ എന്ന കപ്പലിൽ ആഡംബരപൂർണമായ യാത്ര. ഒരു പുലർക്കാലത്താണ് സ്റ്റോക്ക്ഹോമിൽ എത്തിച്ചേരുന്നത്. കപ്പലിൽ നിന്ന് ബസ്സും ഞങ്ങളോടൊപ്പം സ്വീഡന്റെ മണ്ണിലേക്കിറങ്ങി. സ്വീഡൻ എന്ന അതിസുന്ദരമായ ദേശത്തുകൂടി യാത്ര തുടർന്നു. സ്വീഡിഷ് തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ. സ്റ്റോക്ക്ഹോം കൊട്ടാരവും കടലിന്റെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത വാസ എന്ന പടക്കപ്പൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയവുമെല്ലാം ആ യാത്രയിൽ കണ്ടു. സ്വീഡന്റെ സമ്പന്നമായ ഗ്രാമക്കാഴ്ചകളിലൂടെ ദീർഘമായ യാത്രകൾ. നീണ്ട ഒരു പകലിനും രാത്രിക്കും ശേഷം ഹെൽസിൻബോർഗ് എന്ന ഒരു ഫെറി ടെർമിനലിലെത്തി. അവിടെ നിന്നും ഒരു ചെറുകപ്പലിൽ ഡെൻമാർക്കിലേക്ക്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലാണ് ആ ഫെറി അടുത്തത്. കടൽ കടന്നുള്ള പര്യവേക്ഷണങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സമ്പത്ത് വാരിക്കൂട്ടിയ ഡെൻമാർക്കിലൂടെയുള്ള യാത്ര മറ്റൊരനുഭവമായി. കോപ്പൻഹേഗൻ നഗരത്തിന്റെ അത്ഭുത കാഴ്ചകൾ, സായന്തന ജീവിതത്തിന്റെ കുലീനതയാർന്ന പ്രൗഢി, ഹിപ്പി സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ, ഇതെല്ലാം ആ യാത്രയിൽ നേരിൽ കാണാനായി. ഡെൻമാർക്കിൽ നിന്നും വീണ്ടും ജർമ്മനിയിലേക്ക്, യൂറോപ്പിന്റെ മെയിൻലാൻഡിൽ. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ നിന്നും അസുലഭമായ കാഴ്ചകളാണ് സഞ്ചാരത്തിനു വേണ്ടി പകർത്തിയത്. ചരിത്രപ്രസിദ്ധമായ ബെർലിൻ മതിലിന്റെ ശേഷിപ്പുകൾ, ഹിറ്റ്ലറുടെ കാര്യാലയങ്ങൾ, തേർഡ് റീഷ് എന്ന ഹിറ്റ്ലറുടെ എക്കാലത്തെയും വലിയ സ്വപ്നം തകർന്നടിഞ്ഞ ഭൂമിക, ബെർലിൻ യൂണിവേഴ്സിറ്റി, ചരിത്രം സ്പന്ദിക്കുന്ന തെരുവുകൾ. അതിലൂടെയെല്ലാം ക്യാമറയുമായി അലഞ്ഞു നടന്നു. ആ കാഴ്ചകളെല്ലാം ഒന്നൊന്നായി ക്യാമറയിലേക്ക് കയറി വന്നു. മറക്കാനാവാത്ത അനുഭവങ്ങളും അതിലേറെ ദൃശ്യങ്ങളും കഥകളുമായാണ് 2001 യൂറോപ്പിൽ നിന്ന് ഹൈലാൻഡിലേക്ക്. ഉല്ലാസത്തിന്റെ ഗിരിശൃംഗമായ ജെൻഡിങ്. അങ്ങനെ നിരവധിയായ അത്ഭുത കാഴ്ചകളുമായാണ് മലേഷ്യയിൽ നിന്നും മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും ഞാൻ എന്റെ സഞ്ചാരം തുടങ്ങിയിട്ട് 4 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ചാനലിലും സഞ്ചാരം സംപ്രേഷണത്തിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. വിവിധ രാജ്യങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചതിനേക്കാൾ ഏറെ സഞ്ചാരം മരങ്ങാട്ടുപള്ളി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും വിവിധ ചാനൽ ഓഫീസുകളിലേക്ക് നടത്തി. ഒടുവിൽ 2001 അവസാനത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ സഞ്ചാരം സംപ്രേഷണം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഏഷ്യാനെറ്റ് പുതുതായി സംപ്രേഷണം തുടങ്ങിയ ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്ന ചാനലിൽ 2001 സെപ്റ്റംബർ 2 ഞായറാഴ്ച രാവിലെ 10:30 സഞ്ചാരത്തിന്റെ ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യപ്പെട്ടു. എന്റെ ജീവിതം തന്നെ ആ ദിനത്തിൽ മറ്റൊരു യാത്ര തുടങ്ങുകയായിരുന്നു.